നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരല്ലെന്ന CPM രേഖ ചർച്ചാ വിഷയമാക്കുന്നത് കോൺഗ്രസിലെ പൊട്ടിത്തെറി മറച്ചുപിടിക്കാനെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. മോദി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് ഒരു കാലത്തും CPM പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ് ആണെന്നും AK ബാലൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ 10.9 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതിയെ കണ്ടെത്താനായില്ല. പരിശോധന തുടരുമെന്ന് റെയിൽവേ പോലീസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം വേണമെന്ന KSPA. ക്രമക്കേട് നടന്നത് പുറത്തുവെച്ചാണെങ്കിൽ വിഷയം അതീവ ഗുരുതരമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലത്ത് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനം. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ കുറവ് നികത്തണമെന്ന് അസോസിയേഷൻ. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുലാപ്പറ്റ സ്വദേശിനി ദീപ. വടക്കാഞ്ചേരി ഉത്രാളിപ്പാടത്ത് തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പഞ്ചായത്തിന്റെ കാട്ടുപന്നി വേട്ടയ്ക്കിടെ വെടിയേറ്റ് വൈദ്യുതി ട്രാൻസ്ഫോമർ തകർന്നു. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലച്ചുരുട്ടിപ്പുഴു വ്യാപകം. ആശങ്കയോടെ കർഷകർ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം പാടശേഖരം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരല്ലെന്ന CPM രേഖ ചർച്ചാ വിഷയമാക്കാനുള്ള ശ്രമം കോൺഗ്രസിലെ പൊട്ടിത്തെറി മറച്ചുപിടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ശശി തരൂർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ശ്രമം. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് ഒരു കാലത്തും CPM അഭിപ്രായപ്പെട്ടിട്ടില്ലെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ബിജെപിയുടേത് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന CPM രേഖ പ്രധാന ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ ശശി തരൂർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് AK ബാലൻ പറഞ്ഞു. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരാണെന്ന് ഒരു കാലത്തും CPM അഭിപ്രായപ്പെട്ടിട്ടില്ല. ഫാസിസത്തിന്റെ സ്വഭാവമുള്ള ഗവൺമെന്റ് എന്നാണ് 22-23 പാർട്ടി കോൺഗ്രസുകളിൽ അഭിപ്രായപ്പെട്ടത്. ഇവ ചിന്താ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പരസ്യരേഖകളാണ്. ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയാണ് CPM ഉയർത്തിക്കൊണ്ടുവന്നത്. രഹസ്യരേഖയാണ് ഇതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും AK ബാലൻ പറഞ്ഞു. പ്രമേയത്തിൽ ഭേദഗതി വേണമെന്ന് CPI ഉൾപ്പെടെ ഏത് പാർട്ടികൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമേ ഔദ്യോഗിക പ്രമേയമാവുകയുള്ളൂ. BJPയുടേത് ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ അതിനെതിരെ യോജിച്ച ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം യോജിച്ച ജനകീയ മുന്നേറ്റത്തിന് ഇതുവരെ കോൺഗ്രസ് പോലും രൂപം നൽകിയിട്ടില്ല. BJPയുടേത് ഫാസിസ്റ്റ് സർക്കാരെങ്കിൽ അതിനുള്ള തെളിവുകൾ എതിർക്കുന്നവർ ഹാജരാക്കണം. BJPയെ ഫാസിസ്റ്റ് സർക്കാർ എന്ന CPM ആരോപിക്കുകയാണെങ്കിൽ ഫാസിസത്തെ സംബന്ധിച്ചുള്ള CPMന്റെ ധാരണകൾ തിരുത്തുന്നു എന്നാണ് അർത്ഥം. CPM നേതൃത്വം നൽകുന്ന ഇടതു സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും കുപ്പിവള പോലെ പൊട്ടിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമായ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഒരു തവണ കൂടി ഭരണമില്ലാത്ത അവസ്ഥ ലീഗിനെ ചിന്തിക്കാനാവില്ല. അതിനാൽ അവരാണ് ഹൈക്കമാൻഡിനെ സമീപിച്ച് കോൺഗ്രസിൽ സമവായം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ് ആണെന്നും AK ബാലൻ പരിഹസിച്ചു. നേരത്തെ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വീടിനു മുന്നിൽ കൂടോത്രം നടത്തിയത് കണ്ടെത്തിയത് പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇതിലുള്ള അന്ധമായ വിശ്വാസമാണ് സുരേന്ദ്രനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ശശി തരൂർ അല്ല ആര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാലും CPMന് അതൊന്നും വിഷയമല്ലെന്ന് AK ബാലൻ പറഞ്ഞു. ശശി തരൂരിൽ അമിതമായ പ്രതീക്ഷ പാർട്ടിക്കില്ലെന്നും ശശി തരൂർ ഉയർത്തിയ സർക്കാരിന് അനുകൂലമായ വശങ്ങൾ സർക്കാരിന്റെ വികസനവാദത്തെ ബലപ്പെടുത്തുന്നതാണെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. CPMനെ സംബന്ധിച്ചിടത്തോളം വസ്തുതയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ ഭീകരമുഖം RSSന്റെ ഭീകരമുഖവും BJP ഗവൺമെന്റിന്റെ ഭീകരമുഖവും തുറന്നു കാട്ടുന്നതിന് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിൽ വരുന്ന തെറ്റാണത്, പെശകാണത്. ഇപ്പൊ ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെന്റ്, ആ സാധ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത്. ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞു, ഇനി ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ആൾക്കാരും യോജിക്കണം, അതിനൊരു ഐക്യ മുന്നണി വേണം എന്ന അങ്ങനെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് വെച്ചിട്ടുണ്ടോ ഇതുവരെ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞൊരു അമിതമായിട്ടുള്ള വിശ്വാസം, ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. അയാള് പിന്നെ ഒരഭിപ്രായം പറയുന്നു, ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്നതിനെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രം. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി നാളെ ഇതുവരെ
പടച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം വളപൊട്ടുന്നത് പോലെ പൊട്ടിച്ചു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. താമ്പരം മംഗലാപുരം എക്സ്പ്രസിലാണ് 10 കിലോയിലേറെ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിനിന്റെ പിറകുവശത്തെ ഒരു ബോഗിയിൽ ബാത്റൂമുകൾക്കിടയിൽ വെച്ചിരുന്ന ബാഗിൽ നിന്നാണ് 10.9 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെ കണ്ടെത്താനായില്ല. വരും ദിവസങ്ങളിലും ട്രെയിൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കുമെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വൻതോതിൽ ട്രെയിനുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് KSTA. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ ക്രമക്കേട് നടന്നിട്ടില്ലെങ്കിൽ പുറത്തുവെച്ച് ക്രമക്കേട് നടന്നത് ഗൗരവകരമാണ്. സത്യാവസ്ഥ പുറത്തുവരാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും KSTA നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. പുറത്തുവച്ചാണ് ക്രമക്കേട് നടന്നതെങ്കിൽ പാസ്വേഡ് ആർക്ക് നൽകിയെന്നും അറിയേണ്ടതുണ്ട്. പ്രോഗ്രാം റിസൾട്ടുകൾ അപ്പോൾ ചേർക്കേണ്ടതിന് പകരം അവസാന ദിവസങ്ങളിലാണ് ചേർത്തതെന്നും ആദ്യ ദിവസം തന്നെ റിസൾട്ട് ചേർത്തതിൽ തെറ്റ് സംഭവിച്ചതായും KSTA ഭാരവാഹികൾ ആരോപിച്ചു. കഴിഞ്ഞ നവംബർ 11 മുതൽ 15 വരെ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത്. കലോത്സവം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി അഗ്രിഗേറ്റ് സമ്മാനത്തെ ചൊല്ലിയുള്ള തർക്കം ആരംഭിച്ചത്. നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി അഗ്രിഗേറ്റ് ട്രോഫി നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 അധ്യാപകർ ഈ ക്രമക്കേടിന് നേതൃത്വം നൽകി എന്ന കുറ്റം സ്വയം ഏറ്റെടുത്തു. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റൊരു അന്വേഷണവും നടന്നിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും സസ്പെൻഡ് ചെയ്യാനുമുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ മറച്ചുവെച്ച് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട അധ്യാപകർക്ക് ഗവൺമെന്റ് ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങാനുള്ള സാവകാശം നൽകുകയാണ് ചെയ്തത്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി ചുമതലക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മത്സരഫലങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ, ജഡ്ജ്മെന്റ്, ടാബ്ലിക്കേഷൻ ഷീറ്റ്, ഡീകോഡിംഗ് ചെയ്യാനാവശ്യമായ മറ്റ് രേഖകൾ എന്നിവയൊക്കെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൺലൈൻ സോഫ്റ്റ്വെയർ മുഖേനയാണ് ഇതിന്റെ പാസ്വേഡ് ജനറൽ കൺവീനർക്കും പിന്നീട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കും കൈമാറുന്നത്. രഹസ്യമായി സൂക്ഷിക്കേണ്ട സോഫ്റ്റ്വെയർ പാസ്വേഡ് ആർക്കൊക്കെ പ്രോഗ്രാം കമ്മിറ്റി നൽകി എന്ന് വ്യക്തമാക്കണം. ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും KSTA ആരോപിച്ചു. ഇത്തരം ക്രമക്കേട് ആവർത്തിക്കാതിരിക്കാനും കലോത്സവം സുതാര്യമായി നടക്കാനും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷാ നടപടികളുണ്ടാകണം. പ്രോഗ്രാം കമ്മിറ്റിയിലെ ചുമതലപ്പെട്ടവർ ഉൾപ്പെടെ ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കാളികളായതെന്ന് തെളിയേണ്ടതുണ്ട്. ഇതിനാവശ്യമായ പോലീസ് അന്വേഷണം വേണമെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. KPSTA എന്ന അധ്യാപക സംഘടനയാണ് പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തതെന്നും ഇതിലുണ്ടായ വീഴ്ച ഉപജില്ലയിലെ 60% അധ്യാപകരുടെ പിന്തുണയുള്ള KSTAയുടെ ചുമലിൽ കെട്ടിവെക്കാനുള്ള ബുദ്ധി നാണമില്ലായ്മയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്താണ് ഗൂഢാലോചന എന്ന്, ആരൊക്കെ പങ്കാളികളാണ് എന്ന് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ നടന്നിട്ടുള്ളത് AEOയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണമാണ്. ആ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ നടന്ന് ഈ 2 പേര് കുറ്റം ഏറ്റെടുത്ത് അവിടെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി ഇത് അന്വേഷിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല, പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസിലേക്ക് ഇത് മാറിയിരിക്കുന്നു. KSTA ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഒരു വിജിലൻസ് അന്വേഷണം ഗവൺമെന്റ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ എന്താണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം KSTAയുടെ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. KSTA പട്ടാമ്പി ഉപജില്ലാ ഭാരവാഹികളായ KC ഷാജിമോൻ, K വിപിനൻ, VP മനോജ്, M മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരുടെ കുറവ് നികത്തണമെന്ന് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനം. ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം
വാട്ടർ അതോറിറ്റി ഓഫീസ് കോൺഫറൻസ് ഹാളിലായിരുന്നു സമ്മേളനം. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ തങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതല കൃത്യസമയത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന നാസറിനെ പോലെയുള്ള നിരവധിയായ ഓഫീസർമാരുള്ള സംഘടനയാണ് അക്വ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സർക്കാർ എന്തു തീരുമാനമെടുത്താലും ആ എടുത്ത തീരുമാനത്തിൻ്റെ ഗുണം നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ നല്ല നിലയിലുള്ള പിന്തുണയും സഹകരണവും അവരുടെ സമർപ്പിതമായിട്ടുള്ള ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അക്വ ജില്ലാ പ്രസിഡന്റ് ടി നാസർ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി പാലക്കാട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EN സുരേന്ദ്രൻ, അക്വ ജില്ലാ സെക്രട്ടറി A അരുൺകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് T തുളസീധരൻ, ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P ജയപ്രകാശ്, KGOA സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം K രാജേന്ദ്രൻ, KWAEU CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി A നന്ദകുമാർ, KICB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CK പ്രകാശൻ, വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മോഹനൻ, R ശ്യാംലാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭയിലെ നവീകരണം പൂർത്തിയായ വിവിധ റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട ആര്യഞ്ചിറ സ്കൂൾ വായനശാല റോഡിന്റെയും നീലാമലക്കുന്ന പാറപ്പുറം റോഡിന്റെയും ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചത്. ഷൊർണൂർ നഗരസഭയുടെ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് 14-ാം വാർഡിലെ 9 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പട്ടികജാതി കോളനി റോഡാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കുറേ കാലത്തെ പ്രശ്നം നേരിട്ട ഒരു റോഡിൻ്റെ പ്രതിസന്ധി നേരിട്ടൊരു പ്രദേശം കൂടിയാണ്. FCP ഫണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആര്യഞ്ചിറ സ്കൂൾ വായനശാല റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ഇതേ ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നീലാമലക്കുന്ന് പാറപ്പുറം റോഡ് നവീകരിച്ചത്. 14-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, വാർഡ് കൌൺസിലർ KM ലക്ഷ്മണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, മുനിസിപ്പൽ എഞ്ചിനീയർ സന്ദീപ്, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 9-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, കൌൺസിലർ KS ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, എഞ്ചിനീയർ സന്ദീപ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. പുലാപ്പറ്റ സ്വദേശിനി ദീപയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ജീവനക്കാരിയാണ് ദീപ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി ഉത്രാളിപ്പാടത്ത് 50 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് തേനി സ്വദേശി ഖാദർ ഇസ്മായിലാണ് മരിച്ചത്. ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ദിനമായ ഇന്നലെ കപ്പലണ്ടി കച്ചവടത്തിനെത്തിയതായിരുന്നു ഖാദർ. വെടിക്കെട്ടിന് ശേഷം ഖാദർ പാടത്ത് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ചെന്ന് തിരിച്ചറിഞ്ഞത്. ഖാദറിന്റെ മരണകാരണം വ്യക്തമല്ല. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുമരൻ പുത്തൂരിൽ കാട്ടുപന്നി വേട്ടയ്ക്കിടെ വെടിയേറ്റത് വൈദ്യുതി ട്രാൻസ്ഫോമറിന്. വേട്ടക്കാരന് ഉന്നം പിഴച്ചതോടെ മോദിക്കൻ മേഖലയിൽ 200ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ രാത്രി ഇരുട്ടിലായി. ബോർഡിനുണ്ടായ നഷ്ടം ഗ്രാമപഞ്ചായത്ത് നൽകണമെന്ന് KSB ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ട്രാൻസ്ഫോർമർ തകരാറിലായതോടെ മോദിക്കലിലെ 200ഓളം കുടുംബങ്ങൾ ഇരുട്ടിലായി. അതേസമയം പന്നിവേട്ടയിൽ 15ഓളം പന്നികളും വെടിയേറ്റു വീണു. ചങ്ങലേരി മോദിക്കൽ ഭാഗത്ത് കാട്ടുപന്നിവേട്ട നടക്കുന്നതിനിടെയാണ് സംഭവം. വെടിയുണ്ട കല്ലിൽ കൊണ്ട് തെറിക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. ഇതുമൂലം KSB കണക്കാക്കിയ നഷ്ടം 2.5 ലക്ഷം രൂപയാണ്. മോദിക്കൽ റോഡിലെ ഇടിഞ്ഞാടി റോഡ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോർമറിനാണ് കേടുപാട് സംഭവിച്ചത്. വെടിയേറ്റ് തുളഞ്ഞ ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തനം നിലച്ചു. വെടിയുണ്ട തുളഞ്ഞുകയറിയ ദ്വാരത്തിലൂടെ ട്രാൻസ്ഫോർമർ ഓയിൽ പുറത്തേക്ക് ചോരുന്നുണ്ട്. മോദിക്കൽ മേഖലയിലെ 200ഓളം കുടുംബങ്ങളിലെ വൈദ്യുതി വിതരണം മുടങ്ങി. രാവിലെയാണ് വൈദ്യുതി വിതരണം പൂർവ്വസ്ഥിതിയിലായത്.
പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ സമീപകാലത്ത് സ്ഥാപിച്ച പുതിയ ട്രാൻസ്ഫോർമറാണ് വെടികൊണ്ട് തകർന്നത്. കാട്ടുപന്നിവേട്ട നടന്ന ഭാഗത്തെ ട്രാൻസ്ഫോർമറാണ് വെടിയുണ്ട തുളഞ്ഞ് കേടായതെന്ന് KSEB പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡിന് സംഭവിച്ച നഷ്ടം പഞ്ചായത്ത് നൽകണമെന്നാണ് KSEBയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലചുരുട്ടിപ്പുഴു വ്യാപകം. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധർ പാടശേഖരം സന്ദർശിച്ചു. ഓലച്ചുരുട്ടിപ്പുഴുവിന്റെ അക്രമം തന്നെയാണെന്ന് സംഘം വിലയിരുത്തി. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ പ്രൊഫസർ കാർത്തികേയൻ, പാലക്കാട് അഗ്രികൾച്ചർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K. ബിന്ദു, മണ്ണൂർ കൃഷി ഓഫീസർ TM തെസ്നിമോൾ, കൃഷി അസിസ്റ്റന്റ് ഷീബ എന്നിവരടങ്ങുന്ന സംഘമാണ് പുഴുക്കേടുകൊണ്ട് നശിച്ച നെൽപ്പാടം സന്ദർശിച്ചത്. പഴയതരം മരുന്നുകളൊന്നും തന്നെ ഇതിന് ഫലപ്രദമാകുന്നില്ലെന്നും പുതിയ വയേഗ പോലുള്ള കീടനാശിനികൾ വേണ്ട സമയങ്ങളിൽ ഉപയോഗിച്ച് രോഗം തടയാമെന്നും സംഘം പറഞ്ഞു. 1.5 മണിക്കൂറോളം സംഘം ഇവിടെ കർഷകരുമായി ചെലവഴിച്ചു. കർഷകരെയും ഭാരവാഹികളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് മടങ്ങിയത്. അടുത്ത കൃഷി ഇറക്കുമ്പോൾ കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ഇത്തരം രോഗങ്ങൾ വരും മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യവും സംഘം കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് AVM റസാഖ്, പാടശേഖര സമിതി സെക്രട്ടറി MKM റിയാസ്, കർഷകരായ വിജയം, ഉണ്ണികൃഷ്ണൻ, ജ്യോതി എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. മണ്ണൂരിൽ ഓലചുരുട്ടിപ്പുഴു വ്യാപകമായി പടരുന്നു എന്ന വാർത്ത STV നേരത്തെ നൽകിയിരുന്നു. തുടർന്നായിരുന്നു കൃഷി ഗവേഷക വിഭാഗം ഉന്നത സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മൂലൂർക്കര ALP സ്കൂളിൽ നിർമ്മിച്ച എറോബിക് കമ്പോസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 4 ലക്ഷം രൂപ ചെലവിലാണ് എറോബിക് കമ്പോസ്റ്റ് സ്ഥാപിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവിലാണ് തുമ്പൂർമൊഴി മോഡലിൽ എറോബിക് കമ്പോസ്റ്റ് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2 സ്കൂളിലേക്ക് നമ്മൾ ഇങ്ങനത്തെ തുമ്പൂർമൊഴി കമ്പോസ്റ്റ് ബിന്ന് കൊടുത്തു. അതുപോലെ നമ്മൾ ഇപ്രാവശ്യം മുള്ളൂർക്കര സ്കൂളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തുമ്പൂർമൊഴി എറോബിക് കമ്പോസ്റ്റ് ബിന്നാണ്. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർ ദിവ്യ ദിവാകരൻ, പ്രധാന അധ്യാപിക ജ്യോതിലക്ഷ്മി, ജെൻസി, TV ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിലൂടെ വാഹനയാത്ര സുഗമമാക്കുന്നതിനായി ഗേറ്റിന്റെ ഇരുവശങ്ങളിലും റോഡ് വീതി കൂട്ടി നിർമ്മിച്ചു. ഗേറ്റ് അടയ്ക്കുന്ന സമയം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഗേറ്റ് തുറക്കുമ്പോൾ ഏറെ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത് സാധാരണമായിരുന്നു. ഗതാഗതക്കുരുക്കിന് പ്രശ്നപരിഹാരമാകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം 2 ദിവസം മുമ്പ് STV വാർത്തയാക്കിയിരുന്നു. റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നം ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ നിൽക്കുകയാണ്. മേൽപ്പാലത്തിനായി റെയിൽവേ എത്രയും വേഗം നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ വിതരണം ചെയ്തു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്ന ഫെലോഷിപ്പുകൾ ചെണ്ടകലാകാരൻ സദനൻ വാസുദേവനും കഥകളി KG വാസുദേവനും പ്രത്യേക ജൂറി പരാമർശം കലാക്ഷേത്രം വിലാസിനിക്കും ലഭിച്ചു. കഥകളി വേഷം കേശവൻ കുണ്ടലായർ, കഥകളി സംഗീതം കോട്ടയ്ക്കൽ മധു, കഥകളി ചെണ്ട സുബ്രഹ്മണ്യൻ നമ്പൂതിരി, മദ്ദളം കലാമണ്ഡലം ഹരിദാസ്, കഥകളി ചുട്ടി ചിങ്ങോലി പുരുഷോത്തമൻ, കൂടിയാട്ടം സൂരജ് നമ്പ്യാർ, ലീലാമണി മോഹിനിയാട്ടം, പയ്യന്നൂർ PA കൃഷ്ണൻകുട്ടി തുള്ളൽ, ബിജീഷ് കൃഷ്ണ നൃത്തസംഗീതം, കലാമണ്ഡലം ഉണ്ണികൃഷ്ണ പൊതുവാളിന് SN തമ്പീശൻ പുരസ്കാരവും എരിക്കാവ് സുനിൽ കലാഗ്രന്ഥം അവാർഡും, ഡോക്ടർ സദനം ഹരികുമാറിന് MKK നായർ സമഗ്ര സംഭാവന പുരസ്കാരവും, കലാമണ്ഡലം ആദിത്യന് യുവപ്രതിഭ പുരസ്കാരവും, ചെങ്ങന്നൂർ ഹരിശർമ്മയ്ക്ക് രാജസ്മൃതി പുരസ്കാരവും വിതരണം ചെയ്തു. എൻഡോൺമെന്റ് അവാർഡുകൾ ചന്ദ്രമന നാരായണൻ നമ്പൂതിരിക്ക് കർണാടക സംഗീതത്തിൽ ലഭിച്ചു. കോട്ടയ്ക്കൽ പ്രദീപ് കഥകളി, കലാമണ്ഡലം രവികുമാറിന് മിഴാവിലും, കലാമണ്ഡലം ശർമിള, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കലാമണ്ഡലം ആഷിഖ് കഥകളി വിഭാഗം, വിനിത നെടുങ്കാടി, കൃഷ്ണ EP മോഹിനിയാട്ടം വിഭാഗം എന്നിവർ UR പ്രദീപ് MLAയിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി. മൊത്തം 24 അവാർഡുകളും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടനംകുറിശി ചോറോട്ടൂർക്കാവിലെ ദേശത്താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. 100 കണക്കിന് ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. കൊയ്തൊഴിഞ്ഞ വയലുകളിൽ ഉത്സവ നിറവിന്റെ വിസ്മയമൊരുക്കിയാണ് ദേശത്താലപ്പൊലി പൂരപ്രേമികളുടെ മനം കവർന്നത്. കതിരുകൾ മാഞ്ഞ പാടത്ത് കാഴ്ചയുടെ പൊൻകതിരുകൾ നിരന്നു.
സെൻട്രൽ പൊയിലൂർ ഗേറ്റ് തുടങ്ങിയ പ്രദേശങ്ങളുടെ കൂട്ടായ്മയാണ് ദേശത്താലപ്പൊലി. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി, സെൻട്രൽ ദേശങ്ങളിൽ നിന്നായി ആന, ഇണക്കാളകൾ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വേഷങ്ങൾ തുടങ്ങിയവ തട്ടകത്തമ്മയ്ക്ക് കാഴ്ചയുടെ കാണിക്കയായി ക്ഷേത്രത്തിലേക്ക് ഒഴുകി. വെളിച്ചങ്ങളുടെ വിസ്മയം സമ്മാനിച്ച് അല്പം വൈകിയാണ് പകൽപൂരം സമാപിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചതുർത്ഥി കോഴിമമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് കുരുതി തർപ്പണത്തോടെ സമാപനമായി. ക്ഷേത്രം തന്ത്രി തിയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ പൂജാരി പൂത്തിലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്, കോമരം ജയപ്രകാശ്, ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളും നടന്നു. ക്ഷേത്രത്തിൽ അഖണ്ഡനാമവും പുതുശ്ശേരി ദേശ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദകൂട്ടും സംഘടിപ്പിച്ചിരുന്നു. 7 ദേശത്തു നിന്നും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വേലമഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. പള്ളിപ്പുറം, ഓങ്ങല്ലൂർ, കീഴായൂർ എന്നീ ദേശങ്ങൾ ഉൾപ്പെട്ടതാണ് തട്ടകം. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് ജില്ലാ ഹിന്ദി അധ്യാപക് മഞ്ചിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും അക്കാദമിക വാർഷിക കലണ്ടറിന്റെ പ്രകാശനവും പതിരിപ്പാല GVHSSൽ നടന്നു. പൊതുസമ്മേളനം ഡോക്ടർ PK മാധവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K മൊയ്തൂട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ വാർഷിക കലണ്ടർ പ്രകാശനം ചെയ്തു. K ശ്രീകുമാർ, C രജനി, P ഉമാദേവി, മനോജ്, KP കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലയിലെ 20 അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ഗീത സ്വാഗതവും നസാര പർവീൻ നന്ദിയും പറഞ്ഞു. ഒറ്റപ്പാലം സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ്, മെയിൻ ബ്രാഞ്ച് എന്നിവയുടെ പ്രവർത്തനം നഗരത്തിലെ കൂടുതൽ സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മാറ്റി. ടൗൺ SBI കെട്ടിടത്തിന്റെ 1ാം നിലയിലേക്ക് മാറ്റിയ നവീകരിച്ച ഓഫീസ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം സർവീസ് ബാങ്കിന്റെ ജനകീയമായ ഒരു മുഖത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് സ്വാഭാവികമായും ആ ജനകീയമായിട്ടുള്ള നിലയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാനോ ഇടപെടാനോ സാധിക്കുകയില്ല. ഭരണസമിതിയായാലും ജീവനക്കാരായാലും ഒക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അറിയുന്നവരും മനസ്സിലാക്കുന്നവരും അത് പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സാധ്യതയുടെ അങ്ങേയറ്റം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ലോക്കർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടും തൃശൂരും നടന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മിസ്റ്റർ പാലക്കാട്, മിസ്റ്റർ കേരള പട്ടങ്ങൾ നേടിയ KP സുധീറിനെ ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബ്ലിസൺ C ഡേവിസ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി N ലത, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് APM റഷീദ്, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ, സഹകാരി പ്രതിനിധി K മൊയ്തുപ്പ, ജീവനക്കാരുടെ പ്രതിനിധി AM സുനിൽകുമാർ, ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് T സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SMF പാലക്കാട് ജില്ലാ നവോത്ഥാന സമ്മേളനം ബുധനാഴ്ച പട്ടാമ്പിയിൽ നടക്കും. മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിലെ CKM സാദിഖ് മുസ്ലിയാർ നഗറിലാണ് സമ്മേളനമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി പതാക ഉയർത്തും. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥന നടത്തും. സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റും SMF ജില്ലാ പ്രസിഡന്റുമായ നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് VAC കുട്ടിഹാജി ആമുഖ പ്രഭാഷണം നടത്തും. ആരാധനാ സംരക്ഷണ നിയമം, വഖഫ് ബില്ലും ഏക സിവിൽ കോഡും, സമസ്ത പിന്നിട്ട നാൾവഴികൾ, മഹല്ലുകൾ നമുക്ക് ശാന്തിതീരങ്ങളാക്കാം എന്നീ വിഷയങ്ങൾ യഥാക്രമം അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഡോക്ടർ KT ഹാരിസ് ഹുദവി കുറ്റിപ്പുറം എന്നിവർ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചർച്ച സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി E അലവി ഫൈസി കുളപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വഖഫ് ബില്ല്, ഏക സിവിൽ കോഡ് എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധ സംഗമം കൂടിയാകും സമ്മേളനമെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ
സംസ്ഥാന തലത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ 11 ജില്ലകളിൽ നവോത്ഥാന സമ്മേളനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ, അതായത് ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ മർഹൂം CKM സാദിഖ് മുസ്ലിയാർ നഗറിൽ, അതായത് ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ പ്രൗഢമായ ഒരു പരിപാടി നടത്തപ്പെടുകയാണ്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി, ജനറൽ കൺവീനർ VAC കുട്ടിഹാജി, SMF ജില്ലാ ട്രഷറർ യൂസഫ് ഹാജി കാരക്കാട്, വൈസ് പ്രസിഡന്റ് ഹമീദ് ഹാജി പൊന്നങ്കോട്, സെക്രട്ടറി A സയ്യിദ്, വൈസ് പ്രസിഡന്റ് P സയ്യിദാലി മാസ്റ്റർ, TP ഉസ്മാൻ, ET റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ നടക്കുന്ന KNM ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 25 തുറന്ന സംവാദം സംഘടിപ്പിക്കും. നാസ്തികത മാനവികതയ്ക്ക് എതിരെ എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം BEM UP സ്കൂളിൽ വൈകുന്നേരം 6:30 സംവാദമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുറന്ന സംവാദത്തിൽ പ്രമുഖ വാഗ്മിയും പ്രഭാഷകനുമായ MM അക്ബർ പങ്കെടുക്കുമെന്ന് KNM ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ജില്ലാ പ്രസിഡന്റ് NAM ഇസഹാക്ക് മൗലവി ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാനം പ്രവാചക മാതൃകയിലൂടെ എന്ന വിഷയത്തിൽ ഷെരീഫ് മേലേതിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഒറ്റപ്പാലം BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ നാളെ ചൊവ്വാഴ്ച 6:30 മണിക്ക് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ MM അക്ബർ ഒരു തുറന്ന സംവാദത്തിൽ സംസാരിക്കും. മാനുഷിക മൂല്യങ്ങൾ, മതമൂല്യങ്ങൾ ഇവ മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ വിഷയത്തിൽ, ഈ സംവാദത്തിൽ ഞങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. MM അക്ബറിൻ്റെ നാളെ ചൊവ്വാഴ്ച 25-ാം തീയതി 6:30 വൈകുന്നേരം 6:30 നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. KNM ഒറ്റപ്പാലം മണ്ഡലം, കേരള നേതൃത്വ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ശീർഷകത്തിൽ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PV ഹംസ, PP അബ്ദുൽ സലാം, KP അബൂബക്കർ, K മൊയ്തുട്ടി, ഇദ്രീസ് സൊലാഹി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റുലി. നിങ്ങൾ മോദി സർക്കാരിനെ ഫാഷിസ്റ്റെന്നോ നവഫാഷിസ്റ്റെന്നോ വിശേഷിപ്പിക്കാനാകില്ലെന്ന് CPM രേഖയിൽ വിശദീകരണമുള്ളതായി റിപ്പോർട്ടുണ്ട്. ഇടതു പാർട്ടികളുടെ സമീപനത്തിന് വിരുദ്ധമാണ് ഈ കാഴ്ചപ്പാട്. RSSന്റെ ഫാഷിസ്റ്റ് അജണ്ട നടപ്പാക്കുന്ന സർക്കാരാണ് മോദിയുടേതെന്നായിരുന്നു CPMന്റെ ഇതുവരെയുള്ള നിലപാട്. മോദി സർക്കാർ ഫാഷിസ്റ്റ് അല്ലെന്ന നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റിലേക്ക്. ഭരണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന RSS, BJP തുടങ്ങിയ പാർട്ടികളെയും CPIMൻ്റെ രേഖയിലെ മൃദു സമീപനം സ്വീകരിക്കുക എന്നുള്ള ഒരു ശൈലി, അത് വരാനുണ്ടായ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ കഴിവുകേടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വന്തമായി ഞങ്ങളെ ശക്തമായി നേരിടും, മോദിയെ എതിർക്കും എന്ന് പറഞ്ഞ് ഡൽഹിയിലടക്കം അധികാര വ്യാമോഹം കൊണ്ട് AAPയെ താഴെ ഇറക്കി BJP ഭരണത്തിൽ കൊണ്ടുവരാൻ പ്രധാനമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് വ്യക്തമായൊരു ഉദാഹരണം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ MP വേണുഗോപാൽ കാലാവധി തികയുന്നതിന് മുമ്പാണ് രാജിവെച്ച് അവിടുത്തെ MP സ്ഥാനം BJPക്ക് കൊടുത്തത്. അതുപോലെ തന്നെ നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തന ഫലമായി BJP ശക്തി കേന്ദ്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ദീർഘമായി വീക്ഷിക്കുന്ന CPMനെ കോൺഗ്രസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ട്. സീറ്റ് പിടിക്കാൻ വേണ്ടി ഏത് ചെകുത്താനായും കൂട്ടുകൂടുക എന്നുള്ള മനോഭാവമല്ലേ ഇപ്പോൾ കാണുന്നത്. ഇതേവരെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ എതിരാളികൾ കോൺഗ്രസും BJPയും BJPയെ മുഖ്യ വർഗീയ ശത്രുവായിട്ടും മുസ്ലിം ലീഗിനെയും വർഗീയ
ശത്രുവായിട്ടും ആണ് മാർക്സിസ്റ്റ് പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് അംഗീകരിക്കുവാൻ പ്രയാസം നേരിടുന്നുണ്ട്. കാരണം ഇതേവരെ വിശ്വസിച്ച് വന്ന കാര്യം അപ്പടി ഒരു കരടുരേഖയിലൂടെ മാറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് പൊതുജനങ്ങളായ ഞങ്ങൾക്ക് അംഗീകരിക്കുവാനുള്ള പ്രയാസം ഉണ്ട്. അത് രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ അധികാരമോഹം എന്നേ ഈ കാര്യത്തിൽ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് പറയുവാൻ ഉള്ളൂ. മാറ്റൊലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരല്ലെന്ന CPM രേഖ ചർച്ചാ വിഷയമാക്കുന്നത് കോൺഗ്രസിലെ പൊട്ടിത്തെറി മറച്ചുപിടിക്കാനെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. മോദി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് ഒരു കാലത്തും CPM പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ് ആണെന്നും AK ബാലൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ 10.9 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതിയെ കണ്ടെത്താനായില്ല. പരിശോധന തുടരുമെന്ന് റെയിൽവേ പോലീസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം വേണമെന്ന KSPA. ക്രമക്കേട് നടന്നത് പുറത്തുവെച്ചാണെങ്കിൽ വിഷയം അതീവ ഗുരുതരമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലത്ത് അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനം. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ കുറവ് നികത്തണമെന്ന് അസോസിയേഷൻ. പാലക്കാട് മുണ്ടൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുലാപ്പറ്റ സ്വദേശിനി ദീപ. വടക്കാഞ്ചേരി ഉത്രാളിപ്പാടത്ത് തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പഞ്ചായത്തിന്റെ കാട്ടുപന്നി വേട്ടയ്ക്കിടെ വെടിയേറ്റ് വൈദ്യുതി ട്രാൻസ്ഫോമർ തകർന്നു. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓടിച്ചുരുട്ടിപ്പുഴു വ്യാപകം. ആശങ്കയോടെ കർഷകർ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം പാടശേഖരം സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.